പുതുവത്സരം ലോകം എങ്ങും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. വർഷത്തിൻ്റേതായ ഒരു കണക്ക് ലോകം കണക്ക് കൂട്ടാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 5000 വർഷം വരെ എത്തിയിരിക്കുന്നു എന്നാണ് ചരിത്രം. ബാബിലോണിയക്കാരും ഈജിപ്തുകാരും വളരെ കൃത്യതയോടുകൂടി ഈ സൂര്യഭഗവാന്റെ ചലനവുമായി ബന്ധപ്പെട്ട് ഒരു ആവർത്തന സ്വഭാവമുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. ഈജിപ്തുകാർ ഫ്ലഡ്സ് ഉണ്ടാവുന്നതും അതിൽ നിന്ന് കൃഷി ഉണ്ടാവുന്നതും വളരെ കാലം അനുസരിച്ചുണ്ടാകുന്നൊരു മാറ്റമാണ്, അത് സീസണലാണ് എന്ന് കണ്ടെത്തിയിരുന്നു. ഇതുപോലെ തന്നെയാണ് മെസപ്പൊട്ടോമിയൻ പ്രദേശത്തുണ്ടായിരുന്ന സുമേരിയക്കാരും ബാബിലോണിയക്കാരും അസിറിയക്കാരും അവരുടേതായ രീതിയിൽ ഇത് കണ്ടെത്തിയത്. ഈ പുതുവത്സരം ക്രിസ്ത്യൻ കാലഗണന അനുസരിച്ച് അല്ലെങ്കിൽ യൂറോപ്യൻ കാലഗണന അനുസരിച്ച് ക്രിസ്മസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. കാരണം അത് മകരസംക്രാന്തി എന്ന് പറയപ്പെടുന്ന സൂര്യഭഗവാന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ഒന്നാണിത്. ഡിസംബർ 21, 22 ദിവസങ്ങളിൽ പകലിൻ്റെ ദൈർഘ്യം ഏറ്റവും കുറയുകയും രാത്രി ഏറ്റവും കൂടിയിരിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ് പെട്ടെന്ന് പകലിന് ദൈർഘ്യം ഏറി വരുന്ന ഒരു സമയമാണ് ഈ വിൻ്റർ സോൾസ്റ്റീസ്. അത് റോമിൽ വലിയൊരു ഉത്സവമായിരുന്നു. നേത്താലിസ് സോളിസ് ഇൻവിക്തി എന്ന് പറയുന്ന ഉത്സവം. ഈ ഉത്സവമാണ് റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്മസായി രൂപാന്തരപ്പെട്ടത്. അതുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒരുമിച്ച് വരുന്ന ഒരു സംഗതിയായിരുന്നു. പിന്നീട് ഗ്രിഗോറിയൻ കലണ്ടറിൻ്റെയും ജൂലിയൻ കലണ്ടറിൻ്റെയും സെപ്പറേഷന് ശേഷം അത് തമ്മിൽ ഒരു 6 ദിവസത്തെ വ്യത്യാസം വരികയും അങ്ങനെ ജനുവരി 1 ഡിസംബർ 25 നിന്ന് 6 ദിവസം വ്യത്യാസത്തിൽ ആയി ഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു വർഷം കടന്ന് അടുത്ത വർഷം എത്തുമ്പോഴേക്കും എന്താണ് മാറ്റം സംഭവിക്കുക? ആ മാറ്റത്തെപ്പറ്റി വളരെ വിശദമായി പഠിക്കുമ്പോഴാണ് അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത്. ഉദാഹരണത്തിന് നമ്മൾ എത്ര കിലോമീറ്ററാണ് കഴിഞ്ഞ ജനുവരി 1 ശേഷം ഇതുവരെ യാത്ര ചെയ്തത് എന്ന് ചോദിച്ചാൽ തന്നെ ആ കണക്ക് അമ്പരപ്പിക്കുന്ന ഒന്നാണ്. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങും. അങ്ങനെയാണ് 24 ദിവസമുള്ള 24 മണിക്കൂറുള്ള രാത്രിയും പകലും ഉണ്ടാവുന്നത്. ഇങ്ങനെ 365 തവണ ഭൂമി അതിൻ്റെ ആക്സിസിൽ കറങ്ങുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഭൂമിയുടെ ഉപരിതലത്തിലിരുന്ന് എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു എന്ന് ചോദിച്ചാൽ 1,46,70,000 കിലോമീറ്റർ യാത്ര ചെയ്തു എന്നാണ് ആ കണക്ക്. 1.47 crores വരുന്ന ഒരു ദൂരമാണത്. രണ്ടാമതായി നമ്മൾ യാത്ര ചെയ്തൊരു ദൂരം ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിയ ഒരു ചുറ്റലാണ്. ഭൂമി സൂര്യനിൽ നിന്ന് 9,30,00,000 കിലോമീറ്റർ ദൂരെയാണ്. 9,30,00,000 റേഡിയസായി ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിൻ്റെ അത്രയും ദൈർഘ്യമാണ് നമ്മൾ സൂര്യന് ചുറ്റും കറങ്ങിയ ദൂരം. ആ ദൂരം എത്ര കോടി വരും എന്ന് ചോദിച്ചാൽ 74 കോടി കിലോമീറ്ററാണ് സൂര്യന് ചുറ്റും ചുറ്റിയ പ്രോസസ്സിൽ ഭൂമിയോടൊപ്പം നമ്മൾ യാത്ര ചെയ്തത്. ഇനി സൂര്യൻ വെറുതെ നിൽക്കുന്ന ഒരു നക്ഷത്രമല്ല. അത് നമ്മൾ മിൽക്കി വേ എന്ന് പറയുന്ന ഒരു ഗാലാക്സിയുടെ റൈറ്റ് സെൻറ്ററിന് അപ്പുറത്തുള്ള തികച്ചും അപ്രധാനമായ ഒരു നക്ഷത്രമാണ് ഈ സൂര്യൻ എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ വലിയൊരു ഒരു നക്ഷത്രമാണ്. പക്ഷേ നക്ഷത്രങ്ങളുടെ വലിയ വ്യൂഹം എടുത്ത് നോക്കിയാൽ ഇവനൊരു കൊച്ചു പയ്യനാണ് ഈ സൂര്യൻ. ഈ സൂര്യൻ നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലാക്സിയുടെ സെൻറ്ററിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് 225 കിലോമീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പോൾ സൂര്യൻ ഭൂമിയും വലിച്ചുകൊണ്ട് ഈ ഗാലാക്സിയുടെ സെൻറ്ററിന് ചുറ്റും കറങ്ങുന്ന ആ കറക്കത്തിൽ നമ്മൾ എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു എന്ന് ചോദിച്ചാൽ അത് അസ്ട്രോണമേഴ്സ് വളരെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 711 കോടി കിലോമീറ്ററാണ് നമ്മളിങ്ങനെ കറങ്ങിയത് എന്നാണ് ഭൗമശാസ്ത്രജ്ഞന്മാർ കണക്കാക്കി പറയുന്നത്. ഇനി ഗാലക്സി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു സാധനമല്ല, അനങ്ങാൻ നിൽക്കുന്നൊരു സാധനമല്ല. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് എല്ലാ ഗാലാക്സികളും വളരെ ദൂരേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അതിൽ നമ്മുടെ ഗാലാക്സി സൂര്യനോടൊപ്പം പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് വിദൂരതയിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് 1100 കിലോമീറ്റർ പെർ സെക്കൻഡിലാണ്. ഒരു സെക്കൻഡിലാണ് 1100 കിലോമീറ്ററാണ് ആ ഓട്ടത്തിൻ്റെ സ്പീഡ്. ഇങ്ങനെ നമ്മൾ എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു എന്ന് ചോദിച്ചാൽ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 3177 കോടി കിലോമീറ്ററാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ ഗാലാക്സി ഓടിയപ്പോൾ ഓടുന്ന ഓട്ടത്തോടൊപ്പം നമ്മൾ ഓടിയത്. ഈ 4 ഓട്ടങ്ങൾ മാത്രമെടുത്താൽ, ഇത് കൂടാതെ ഒരുപാട് ഓട്ടങ്ങളുണ്ട്, ഈ 4 ഓട്ടങ്ങൾ മാത്രമെടുത്താൽ ഭൂമി അച്ചുതണ്ടിൽ കറങ്ങിയതിനോടൊപ്പം നമ്മൾ പോയ യാത്ര, സൂര്യന് ചുറ്റും ഒരു കറക്കം കറങ്ങി വന്നതിൻ്റെ യാത്ര, സൂര്യനോടൊപ്പം ഗാലാക്സിയുടെ കേന്ദ്രത്തിന് ചുറ്റും കറങ്ങിയ കറക്കം, ഗാലാക്സി പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് അകലുന്നതിനോടൊപ്പം നമ്മൾ പോയ യാത്ര, ഈ 4 യാത്രകൾ മാത്രം കൂട്ടിയാൽ കഴിഞ്ഞ ജനുവരി 1-ന് ശേഷം നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്ത് ഈ പുതിയ ജനുവരി 1-ൽ എത്തിയപ്പോഴേക്കും 4277 കോടി കിലോമീറ്റർ. വെറും ചെറിയ ദൂരമൊന്നുമല്ല, 4277 കോടി കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞു എന്നാണ് ജ്യോതിശാസ്ത്രജ്ഞന്മാർ നമുക്ക് തരുന്ന കണക്ക്. എത്ര അത്ഭുതമാണ് നമ്മൾ യാത്ര ചെയ്തതെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഈ ആഴം മനസ്സിലാക്കാൻ പറ്റുക. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഡോക്ടർമാർ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത് കേട്ടാൽ നമ്മൾ ഇതുപോലെ അമ്പരന്ന് പോകും. ഉദാഹരണത്തിന് നമ്മുടെ ഹൃദയം 59 സെക്കൻഡ് കൊണ്ടാണ് 6 ലിറ്റർ രക്തം പമ്പ് ചെയ്ത് ശരീരം മുഴുവൻ കറങ്ങി ആ രക്തം തിരിച്ച് ഹൃദയത്തിൽ എത്തുന്നത്. എത്രയാണ് നമ്മുടെ രക്തധമനികളുടെ നീളം? 65,000 കിലോമീറ്ററാണ് നമ്മുടെ രക്തധമനികളെല്ലാം കൂടി ചേർത്ത് വെച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത്രയും യാത്ര ചെയ്ത് ഈ ബ്ലഡ് തിരിച്ചു വരുന്നത് 59 സെക്കൻഡ് കൊണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ ജനുവരി 1 പിറന്നപ്പോൾ മുതൽ ഈ ജനുവരി 1 പിറന്നപ്പോൾ വരെയുള്ള സമയം കൊണ്ട് നമ്മളുടെ ഹൃദയം എത്ര ലിറ്റർ രക്തം പമ്പ് ചെയ്തു? ഡോക്ടർമാർ വളരെ ഭംഗിയായി കണക്കാക്കിയിട്ട് പറയുന്നു, ഈ ഒരു വർഷം കൊണ്ട് നമ്മുടെ ഹൃദയം പമ്പ് ചെയ്തത് 3153 ടൺ രക്തം പമ്പ് ചെയ്തെന്നാണ്. 3153 ടൺ രക്തം ഒരു വർഷം കൊണ്ട് നമ്മുടെ ഹൃദയം പമ്പ് ചെയ്ത് കഴിഞ്ഞു. കേട്ടാൽ അവിശ്വസനീയമായി തോന്നും. നമ്മുടെ സ്കിൻ, നമ്മുടെ തൊലി എത്ര തവണ മാറി? ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കഴിഞ്ഞ ജനുവരി 1-ന് നമ്മുടെ ശരീരത്തിലുണ്ടായിരുന്ന കംപ്ലീറ്റ് സ്കിൻ 26 തവണ കംപ്ലീറ്റ്ലി മാറിയ ശേഷം 27ാമത്തെ സ്കിന്നാണ് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉള്ളത്. പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ 26 പടങ്ങൾ പൊഴിച്ചിട്ട് 27ാമത്തെ സ്കിന്നുമായിട്ടാണ് നമ്മുടെയൊക്കെ ഈ ന്യൂ ഇയർ പറക്കുന്നത്. കഴിഞ്ഞ ജനുവരി 1-ന് നമ്മുടെ ശരീരത്തിലുണ്ടായിരുന്ന ഒരൊറ്റ ആറ്റം ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇല്ല. നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിന് 6 ട്രില്യൺ ആറ്റംസ് ഉണ്ട് എന്നാണ് കണക്ക്. 6 ട്രില്യൺ. അപ്പോൾ 100 മില്യൺ, ഒരു ബില്യൺ, 100 ബില്യൺ, ഒരു ട്രില്യൺ, 10 ബില്യണാണ് ഒരു കോടി എന്ന് പറയുന്നത്. 6 ട്രില്യൺ ആറ്റംസ് നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ 6 ട്രില്യൺ ആറ്റംസും മാറി പുതിയ ആറ്റംസാണ് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉള്ളത്. നമ്മുടെ ശരീരത്തിൽ അന്നുണ്ടായിരുന്ന ചില ജലകണങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപ്പായിട്ടോ മറ്റോ പുറത്തു പോയത് അറ്റ്മോസ്ഫിയറിൽ ലയിച്ച് 16,000 കിലോമീറ്റർ യാത്ര ചെയ്ത് ബ്രസീലിൽ മഴ പെയ്ത് അത് ഒരു സീസൺ കഴിയുമ്പോൾ ഇവിടുന്ന് ആഫ്രിക്കയിൽ ചെന്ന് പറ്റും. അടുത്ത സീസണിൽ അത് അവിടുന്ന് പറന്ന് ബ്രസീലിൽ ചെല്ലും. ബ്രസീലിൽ മണ്ണ് വീഴുമ്പോൾ ആ മണ്ണ് പരിശോധിച്ച ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് സഹാറ മരുഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിലോട്ട് കാറ്റടിക്കുമ്പോൾ പടർന്ന് കയറിയ മണ്ണാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ പോയി ബ്രസീലിൽ വീഴുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്ലൈമറ്റ് മാറ്റം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയ ഒരു ജലകണം ഒരുപക്ഷെ ബ്രസീലിൽ മഴ പെയ്ത്
ആമസോൺ നദിയുടെ ഭാഗമായി മാറി ഒഴുകിക്കൊണ്ടിരിക്കുകയാണിപ്പം. അങ്ങനെ നമ്മുടെ ശരീരം മുഴുവൻ കംപ്ലീറ്റ്ലി മാറിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ജനുവരി 1 ശേഷം ഈ ജനുവരി 1 എത്തിയപ്പോഴേക്കുണ്ടാകുന്ന മാറ്റം അഭൂതപൂർവം, അത്യത്ഭുതം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ആ പുതിയ മാസം വരുമ്പോൾ ആ മാസത്തിന് ഇംഗ്ലീഷ് ഭാഷയിൽ റോമൻ കലണ്ടർ പ്രകാരം ജനുവരി എന്നാണ് ആ മാസത്തെ വിളിക്കുന്നത്. ഈ മാസത്തെ ജനുവരി എന്ന് വിളിക്കുന്നത് ജാനസ് എന്ന് പറയുന്ന ഒരു ദേവൻ്റെ പേരിലാണ്. ഈ ജാനസ് ദേവന് ഒരു പ്രത്യേകതയുണ്ട്. ജാനസ് ദേവന് 2 മുഖങ്ങളുണ്ട്. തലയുടെ മുമ്പിൽ 2 കണ്ണും ഒരു മൂക്കും ഒരു ചുണ്ടും ഒക്കെയുള്ള മുഖം പോലെ തലയുടെ പുറകിലും ഒരു മുഖമുണ്ട്. അതായത് ജാനസ് ദേവന് മുമ്പോട്ട് നോക്കാനും പറ്റും, പുറകോട്ട് നോക്കാനും പറ്റും. ഇങ്ങനെ ഒരു ദേവൻ്റെ പേരിൽ ഈ ജനുവരി തുടങ്ങുന്നതിന് വലിയ ഒരു പർപ്പസുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജനുവരി 1 നിൽക്കുമ്പോൾ അനന്തമായ 2 ഭൂതത്തിൻ്റെയും ഭാവിയുടെയും നടുക്കാണ് നമ്മളുടെ ജനുവരി 1 പിറക്കുന്നത്. ആ 2 കാലത്തെയും ഒരുപോലെ കണ്ട് അതനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥമാണ്. എന്താണ് ഈ ജനുവരി 1 നമ്മൾ ചെയ്യേണ്ട തയ്യാറെടുപ്പുകൾ? അതിലാദ്യത്തേത് പുറകോട്ട് നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ്. പുറകോട്ട് നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളെപ്പറ്റി വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. റുബയാത്ത് എന്ന് പറയുന്ന കാവ്യത്തിൽ ഒമർ ഖയ്യാം പറയുകയാണ്, ഡെഡ് എസ്റ്റർഡേ അൺബോൺ ടുമോറോ വൈ ഫ്രെറ്റ് അബൌട്ട് ദം ഇഫ് ടുഡേ ബി സ്വീറ്റ് എന്നാണ്. കഴിഞ്ഞെല്ലാം കഴിഞ്ഞു പോയി, വരാനിരിക്കുന്നത് വരാൻ പോകുന്നേ ഉള്ളൂ. ഇതിന് 2നെ പറ്റിയും വറി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. വർത്തമാനകാലത്ത് ജീവിച്ചോളാനാണ്. ഇതൊരു റൊമാൻറ്റിക്കിന് വളരെ നല്ലതാണ്. പക്ഷേ ഒരു പ്രാക്ടിക്കൽ മാന് വളരെ അപകടം പിടിച്ചൊരു ഫിലോസഫിയാണ് ഈ പറയുന്നത്. സത്യസായി ബാബ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു പ്രസംഗത്തിൽ പറയുകയാണ്, നെവർ ലിവ് ഇൻ ദ പാസ്റ്റ്, നെവർ ലിവ് ഇൻ ദ ഫ്യൂച്ചർ, ലീവ് എവറി ഡേ എന്നാണ്. ഇതും ഒരുതരം പ്ലേറ്റോണിസ്റ്റ് ഐഡിയാസിൻ്റെ ഒരു രൂപകൽപ്പനയാണ് എന്ന് നമുക്കൊരു പക്ഷേ തോന്നിയേക്കാം. മനസ്സമാധാനത്തിന് സത്യസായി ബാബ പറയുന്ന തിയറി വളരെ നല്ലതാണ്. നെവർ ലിവ് ഇൻ ദ പാസ്റ്റ്, നെവർ ലിവ് ഇൻ ദ ഫ്യൂച്ചർ, ലീവ് എവറി ഡേ. പക്ഷേ ഒരു വിശ്വാസിയായ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂ ഇയർ എന്ന് പറയുന്നത് പിന്നോട്ട് നോക്കി ചില കാര്യങ്ങൾ ചെയ്യുവാനും മുന്നോട്ട് നോക്കി മറ്റു ചില കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ഒരു വലിയ ദിവസം ആണ്. എന്താണ് ഈ പുറകോട്ട് നോക്കിയാൽ ചെയ്യേണ്ടത്? ഭൂതകാലത്തിലേക്ക് നോക്കി എന്താണ് ചെയ്യേണ്ടത്? അത് ആർ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ചില കാര്യങ്ങളാണ് ഈ പുറകോട്ട് നോക്കിയിട്ട് ചെയ്യേണ്ടത്. അതിലാദ്യത്തെ ആർ എന്ന് പറയുന്നത് റിവ്യൂ എന്ന് പറയുന്നതാണ്. കഴിഞ്ഞ 365 വർഷങ്ങൾ എന്ന് പറയുന്ന 2011 എന്ന വർഷത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വർഷം എന്തെല്ലാം കാര്യങ്ങൾ നടന്നു, എന്തെല്ലാമായിരുന്നു നമ്മുടെ ലക്ഷ്യങ്ങൾ, എത്ര ലക്ഷ്യങ്ങൾ നമ്മൾ നേടി, എത്ര ലക്ഷ്യങ്ങൾ നമുക്ക് നേടാൻ പറ്റാതെ പോയി, ടാർഗറ്റ് ഫില്ലപ്പ് ചെയ്യാൻ പറ്റാതെ പോയത് എന്തൊക്കെയാണ്? ഇത് വളരെ കൃത്യമായി കണക്കാക്കേണ്ട ഒരു സംഗതിയാണ്. ഈ റിവ്യൂ എന്ന് പറയുന്നത് വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. 100% അച്ചീവ്മെൻറ്റ് ആർക്കും നേടാൻ പറ്റാത്തൊരു കാര്യമാണ്. 100% ആർക്കും നേടാൻ പറ്റിയല്ല. തോമസ് ആൽവ എഡിസൺ പറയുകയാണ്, 70% ഓഫ് മൈ ഡിസിഷൻസ് വർ റൈറ്റ്, 30% വർ റോങ്. അതായത് 70% തീരുമാനം കറക്റ്റായിരുന്നു, 30% തെറ്റായിരുന്നു എന്നാണ്. വളരെ അത്ഭുതകരമെന്ന് പറയട്ടെ, ബിൽ ഗേറ്റ്സ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഓട്ടോബയോഗ്രഫിക്കൽ സ്കെച്ചസിൽ പറയുന്നത് ഇതുപോലൊരു വാചകമാണ്. ലോകത്തിലെ ഏറ്റവും പണക്കാരനായ മനുഷ്യനാണ് ബിൽ ഗേറ്റ്സ്. 50,000 കോടി രൂപയുടെ സ്വത്തുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം പറയുന്നു, 70% ഓഫ് മൈ ഡിസിഷൻസ് വർ റൈറ്റ് ആൻഡ് 30% ഓഫ് മൈ ഡിസിഷൻസ് വർ റോങ്. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ വരിച്ച ആളുകൾ പോലും 70% സക്സീഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഞാനും പറയുന്ന സാധാരണക്കാരന് അതൊരു പക്ഷേ 50% ആയിരിക്കാം. പക്ഷേ എവിടെയൊക്കെ നമ്മൾ ജയിച്ചു, എവിടെയൊക്കെ നമ്മൾ പരാജയപ്പെട്ടു, കൃത്യമായൊരു കണക്ക് നമുക്കുണ്ടായിരിക്കണം. ആ റിവ്യൂ എത്ര യഥാർത്ഥമായി നമ്മൾ ചെയ്യുന്നുവോ
അത്രമാത്രമാണ് നമ്മളുടെ വിജയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ R, റിഗ്രറ്റ് എന്ന് പറയുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷം നമുക്കൊരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ആ തെറ്റുകളെപ്പറ്റി നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടതാണ്. തെറ്റ് എങ്ങനെ പറ്റി എന്ന് മനസ്സിലാക്കണം. ചില തെറ്റുകൾ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് കൊണ്ട് പറ്റിയിട്ടുള്ളതാണ്, കണക്കൂട്ടൽ പഴിച്ചു പോയതാണ്. വേറെ ചില മിസ്റ്റേക്സ് പറ്റിയത് നമ്മളുടെ ക്ഷിപ്രകോപം കൊണ്ട് പറ്റിയിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ സംയമനത്തോട് പെരുമാറേണ്ട നമ്മൾ പെട്ടെന്നൊരു കാര്യം ചെയ്യുകയും അബദ്ധത്തിൽ വീണു പോവുകയും ചെയ്തിരിക്കാം. അങ്ങനെ നമുക്ക് എവിടേക്കാണോ തെറ്റ് പറ്റിയത് അതിനെപ്പറ്റി നമ്മൾ റിഗ്രറ്റ് ചെയ്തിരിക്കണം. മൂന്നാമത്തത് റിപ്പൻറ്റൻസ് എന്ന് പറയുന്നതാണ്. ചില സംഗതികൾ പ്രായശ്ചിത്തം ചെയ്യാനുള്ളതാണ്. പ്രായശ്ചിത്തം ചെയ്യണം. നമ്മളൊരാളിനോട് ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ ഒരാളിനെ ശിക്ഷിച്ചു, ആ ആളിനെ വിളിച്ചു വരുത്തി അയാളുടെ നിരപ്പാവണം. യേശുദമ്പുരാൻ പറയുന്നത് പോലെ പൂജ ചെയ്യാൻ വരുമ്പോൾ നിന്നോട് വേറൊരാൾക്ക് ദേഷ്യമുണ്ട് എന്ന് തോന്നിയാൽ ആ ആളിനോട് പോയി നിരപ്പായിട്ട് വന്ന് പൂജ ചെയ്യുക എന്നുള്ളതാണ്. ക്രിസ്ത്യൻ ഫിലോസഫി അനുസരിച്ച് ശത്രുക്കളെ സ്നേഹിക്കുന്ന, ക്ഷമിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവണം. അപ്പോൾ എവിടെയൊക്കെയാണ് റിപ്പൻറ്റൻസ് വേണ്ടത് എന്ന് പറയുന്നത് അവിടെ പോയി റിപ്പൻറ്റ് ചെയ്യണം. ഇനി നമ്മൾ ദൈവത്തോട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കുമ്പസാരിച്ച് പുതിയ ആണ്ടിലേക്ക് പ്രവേശിക്കേണ്ടത് ശുദ്ധമായ ആത്മാവോടും ശുദ്ധമായ ഹൃദയത്തോടും ആണ് എന്നുള്ളതാണ്. അവിടെ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു സംഗതിയാണ്. നാലാമത്തെ R എന്ന് പറയുന്നത് റിജോയ്സ് എന്ന് പറയുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷം ഈശ്വരൻ നമുക്ക് വലിയ അത്ഭുതങ്ങളുടെ പരമ്പര ചെയ്തിട്ടുണ്ട്. മഹാനായൊരു സുവിശേഷകൻ്റെ അടുത്ത് ചെന്ന് ഒരാൾ പറഞ്ഞു, യേശുദമ്പുരാൻ ജീവിച്ചിരുന്നപ്പോൾ 3 വർഷം കൊണ്ട് 42 അത്ഭുതങ്ങൾ ചെയ്തു. എന്തേ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാത്തത്? ആ സുവിശേഷകൻ തിരിച്ചു പറഞ്ഞു, മോനെ, നിൻ്റെ ജീവിതത്തിൽ യേശുദമ്പുരാൻ ജീവിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അത്ഭുതങ്ങൾ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിനക്കത് അത്ഭുതമാണെന്ന് മനസ്സിലാവുന്നില്ല, അതാണ് കുഴപ്പം എന്ന് പറഞ്ഞു. ആ പ്രശസ്തനായ സുവിശേഷകൻ പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം വലിയ അത്ഭുതകരമായ അനുഗ്രഹങ്ങളുടെ ഘോരമായ മഴ പെയ്ച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിൽ പലർക്കും പരീക്ഷകളിൽ വൻപിച്ച വിജയങ്ങളുണ്ടായി കഴിഞ്ഞ വർഷം. നമ്മളിൽ പലർക്കും ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റി. നമുക്ക് പലർക്കും പലരുടെയും സ്നേഹാദരങ്ങൾ കൈപ്പറ്റാനുള്ള അവസരമുണ്ടായി കഴിഞ്ഞ വർഷം. നമുക്ക് നമ്മുടെ ഉദ്യോഗപരമായ രംഗത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശ്വരൻ നൽകി. നമ്മൾ വീണുപോയേക്കാവുന്ന വലിയ കുഴികളിൽ നിന്ന് ഈശ്വരൻ നമ്മളെ രക്ഷിച്ചു. പലപ്പോഴും അപകടകരമായ താഴ്വരകളുടെ തൊട്ടടുത്ത് നമ്മളവരെ എത്തി. ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരങ്ങൾ നമ്മളെ അവിടെ നിന്ന് രക്ഷിച്ചു. ഈ വിധത്തിലുള്ള വലിയ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തന്നപ്പോൾ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ റിജോയ്സ് ചെയ്തിരിക്കണം. അത് സന്തോഷത്തോടു കൂടി ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തണം, താങ്ക്സ് ഗിവിങ് രേഖപ്പെടുത്തണം. നമുക്ക് എത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകിയോ അത്രമാത്രമാണ് ഈ ലോകത്തിന് സംഭാവന ചെയ്യാൻ നമുക്ക് ബാധ്യത. ആൽബർട്ട് ഷ്വൈസറുടെ ജീവിതം മാറ്റിമറിച്ച പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. 30 വയസ്സുവരെ ഫിലോസഫി പഠിച്ചു നടന്നു ആൽബർട്ട് ഷ്വൈസർ. പക്ഷേ അദ്ദേഹം ആഫ്രിക്കയിലെ രോഗികളായി ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്ന ചരിത്രം കേട്ട ശേഷം ഡോക്ടറാവണമെന്ന് പ്ലാനിടുകയും അദ്ദേഹം ഫിലോസഫി പഠനം നിർത്തി. പിന്നെ പോയി MBBS പഠിച്ച് 35-ാമത്തെ വയസ്സിൽ ആഫ്രിക്കയിൽ പോയി ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തെ മാറ്റിമറിച്ചത് അദ്ദേഹം വിശുദ്ധ കുർബാന കണ്ടുകൊണ്ടിരുന്നപ്പോൾ വേദപുസ്തകത്തിലെ ഭാഗം വായിച്ച ശേഷം പുരോഹിതൻ പ്രസംഗിച്ച പ്രസിദ്ധമായ ഒരു വാചകമാണ്. അത് യേശുദമ്പുരാൻ വേദപുസ്തകത്തിൽ പറഞ്ഞൊരു വാചകമാണ്. ടു ഹുംസോവർ മച്ച് ഈസ് ഗിവൺ മച്ച് ഈസ് എക്സ്പെക്റ്റഡ്. ദൈവം ആർക്കൊക്കെ ഭൂമിയിൽ വലിയ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങൾക്ക് ആനുപാതികമായി ഈ ലോകത്തിന് സംഭാവനകൾ ചെയ്യുവാൻ ഓരോ മനുഷ്യനും ബാധ്യസ്ഥനാണ് എന്നുള്ളതാണ്. ആ വാചകം ഷ്വൈറ്റ്സറുടെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്ന് നമ്മൾ കാണാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അത്ഭുതകരമായ അനുഗ്രഹങ്ങളുടെ പരമ്പര, ആ പരമ്പരയെ നമുക്ക് ദൈവത്തോട് നന്ദി രേഖപ്പെടുത്താനും അതിൽ സന്തോഷം രേഖപ്പെടുത്താനുമുള്ള വലിയ അവസരങ്ങളാണ്. നമ്മൾ എത്രയോ കിലോമീറ്റർ വണ്ടികളിൽ യാത്ര ചെയ്തു. ഏത് സമയത്തും അപകടമുണ്ടാകുമായിരുന്നു. എത്രയോ വിമാനയാത്ര നമ്മൾ നടത്തി. 40,000 അടി മുകളിൽ കൂടെ പോകുന്ന ജെറ്റ് വിമാനം. അതിന് ഒരു ചെറിയ അബദ്ധം പറ്റിയാൽ
നമ്മുടെ ഒരു ശരീരത്തിനൊരു അംശം പോലും ബാക്കി ഉണ്ടാവില്ലായിരുന്നു. ആ വിമാനയാത്രയിലെല്ലാം നമ്മളെ കാത്തത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരങ്ങളാണ് എന്ന് പറഞ്ഞതുപോലെയുള്ള അത്ഭുതങ്ങളുടെ നീണ്ട ഘോഷയാത്ര ദൈവത്തിന് നന്ദി അർപ്പിക്കേണ്ട സംഗതിയാണ്. അടുത്ത ആർ എന്ന് പറയുന്നത് റിപ്പയർ എന്ന് പറയുന്നതാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിത അയോധന മേഖലകളിലും പല സ്ഥലത്തും റിപ്പയർ ആവശ്യമായിട്ടുള്ള സംഗതിയാണ്. ഫ്രണ്ട്ഷിപ്പിന് അപകടം പറ്റിയിട്ടുണ്ടാവാം, ആ ഫ്രണ്ട്ഷിപ്പ് റിപ്പയർ ചെയ്യണം. ഉദ്യോഗസ്ഥ മണ്ഡലത്തിൽ റിപ്പയർ വേണ്ടി വരാം, ആ റിപ്പയർ ചെയ്യണം. അങ്ങനെ പിന്നോട്ട് നോക്കി വളരെ ഭംഗിയായി തെറ്റിപ്പോയ അപകടങ്ങളിൽ നിന്ന് റിപ്പയർ ചെയ്യണം. നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ റിപ്പയർ ചെയ്യണം. ആ രീതിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കഴിഞ്ഞ വർഷം വിജയശ്രീലാളിതമായ ഒരു വർഷമായി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നോട്ട് നോക്കുമ്പോൾ വളരെ ഭംഗിയായി റിവ്യൂ, റിപ്പോർട്ട്, റിഗ്രറ്റ്, റിപ്പൻഡൻസ്, റിജോയ്സ് ആൻഡ് റിപ്പയർ എന്ന് പറയുന്ന 6 തരത്തിലുള്ള 6 എന്ന ഇംഗ്ലീഷ് ഭാഷയിൽ അക്ഷരത്തിൽ തുടങ്ങുന്ന കാര്യങ്ങൾ ചെയ്തെങ്കിലേ കഴിഞ്ഞ വർഷം ഭംഗിയായി 2011 ഭംഗിയായി ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ജാനസ് എന്ന ദേവൻ്റെ രണ്ടാമത്തെ മുഖം മുമ്പോട്ട് നോക്കിയിരിക്കുന്നൊരു മുഖമാണ്. ഭാവിയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു മുഖമാണ്. ആ ഭാവി ഭാസുരമാക്കണമെങ്കിൽ വളരെ ഭംഗിയായി ചില കാര്യങ്ങൾ ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പി എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതാണ് എന്ന് മാനേജ്മെൻറ്റ് എക്സ്പേർട്സ് പറയും. അതിലാദ്യത്തേത് പ്ലാനിങ് എന്ന് പറയുന്നതാണ്. നമ്മളൊരു വർഷം സ്പെൻഡ് ചെയ്യണമെങ്കിൽ വളരെയധികം പ്ലാനിങ് ആവശ്യമാണ്. കലണ്ടർ ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് വ്യക്തമായ ചില പ്ലാനിങ് ആവശ്യമാണ്. നമ്മൾ 2011 ചെയ്തു തീർക്കാനൊക്കാത്ത കുറേയേറെ ടാർഗറ്റുകൾ ഉണ്ടായിരുന്നു. ആ ടാർഗറ്റുകൾ വളരെ ഭംഗിയായി കംപ്ലീറ്റ് ചെയ്യേണ്ടത് 2012 ആണ്. ആ 2012 ആ ടാർഗറ്റുകൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വ്യക്തമായ പ്ലാനിങ് വേണം. ജനുവരിയിൽ എന്ത് ചെയ്യണം, ഫെബ്രുവരിയിൽ എന്ത് ചെയ്യണം, മാർച്ചിൽ എന്ത് ചെയ്യണം, അങ്ങനെ മന്ത്ലി പ്ലാനിങ് വേണം. 3 മാസം കൂടുന്ന ഓരോ ക്വാർട്ടറിലും എന്താണ് ചെയ്തു തീർക്കേണ്ടതെന്നുള്ള കൃത്യമായ ഒരു പ്ലാനിങ് വേണം. അങ്ങനെ ആ പ്ലാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ വളരെ ഭംഗിയായി നമുക്കടുത്ത 12 മാസം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ. ആ പ്ലാനിങ് എത്ര ഭംഗിയായി നമ്മൾ ചെയ്യുന്നുവോ അത്രമാത്രമാണ് ഈ വർഷത്തെ വിജയം. ഇംഗ്ലീഷ് ഭാഷയിൽ പറയും എ തിങ് വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നാണ്. 365 ദിവസമുള്ള ഒരു വർഷം വിജയിപ്പിക്കണമെങ്കിൽ ജനുവരി 1 എന്ന് പറയുന്ന ദിവസം വളരെ ഭംഗിയായി തുടങ്ങേണ്ടതാണ്. എ തിങ് വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. വളരെ ഭംഗിയായിട്ടുള്ള ആ പ്ലാൻ, ഇയർ പ്ലാനർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ ഇയർ പ്ലാനർ എടുത്ത് വളരെ ഭംഗിയായിട്ടുള്ള പ്ലാനിങ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത വർഷം വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ പി പെർസീവറൻസ് എന്ന് പറയുന്നതാണ്. പല ആളുകളും ഓരോ കാര്യങ്ങൾ തുടങ്ങിയാൽ അത് പകുതി വഴിക്ക് വെച്ച് ചിലപ്പോൾ നിർത്തിക്കളയും. അമേരിക്കയിലെ വൈൽഡ് വെസ്റ്റിൽ പറയുന്ന വളരെ പ്രസിദ്ധമായൊരു കഥയുണ്ട്. അത് ഡെയിൽ കാർണജി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒരാൾ 6 വർഷം കുഴിച്ചു എണ്ണ കിട്ടാൻ വേണ്ടി, ഒരു രക്ഷയില്ല. അവസാനം ചിലവാക്കിയ തുകയുടെ 1/6 പൈസയ്ക്ക് ആ എണ്ണക്കിണർ വിറ്റു. പുതുതായി വാങ്ങിച്ച ആൾ രാവിലെ 10 മണിക്ക് വീണ്ടും അതേ സ്ഥലത്ത് കുഴിച്ചു തുടങ്ങി. മറ്റവൻ കുഴിച്ച കുഴിയുടെ അവിടെ താപ്പോട്ട് കുഴിച്ചു നോക്കി. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ ഓയിൽ ഫീൽഡ് അവൻ്റെ കയ്യിലെത്തി. ഈ 6 വർഷം കുഴിച്ചവൻ ഒരു 6 മണിക്കൂർ കൊണ്ട് കുഴിച്ചിരുന്നെങ്കിൽ ഈ വലിയ എണ്ണപ്പാടം മുഴുവൻ അവൻ്റെ വകയായനായിരുന്നു. അവൻ ചിലവാക്കിയ പൈസയുടെ 1/6 അവൻ വിറ്റത്. മറ്റവൻ 1/6 വാങ്ങിച്ച് 3 മണിക്കൂർ കുഴിച്ചപ്പോൾ ഏറ്റവും വലിയ എണ്ണപ്പാടം കിട്ടി എന്നുള്ളതാണ്. റോക്ക്ഫെല്ലറുടെ വലിയ വിജയഗാഥയുടെ തുടക്കം ഈ കിണറായിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന സംഗതിയാണ്. ചില ആളുകൾക്ക് പെർസിവറൻസില്ല, ക്ഷമയില്ല. വേറെ ചില ആളുകൾ പെർസിവറൻസോടുകൂടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും. അത് വിജയത്തിൻ്റെ വലിയ ചവിട്ടുപടികളിൽ ഒന്നാണ്. വളരെ പ്രസിദ്ധമായ ഒരു നോബൽ സമ്മാനം കിട്ടിയ പുസ്തകമാണ് ഹെർമൻ ഹെസ് എഴുതിയ സിദ്ധാർത്ഥ എന്ന് പറയുന്ന പുസ്തകം. 1948 സാഹിത്യത്തിന് നോബൽ സമ്മാനം കിട്ടിയ പുസ്തകമാണ്.
തൻ്റെ മുത്തച്ഛനായ ഹെർമൻ ഗുണ്ടർട്ട് കേരളത്തിൽ താമസിച്ച് മലയാള ഭാഷയ്ക്ക് ഗ്രാമർ എഴുതിയപ്പോൾ, ഡിക്ഷണറി എഴുതിയപ്പോൾ, തൻ്റെ മുത്തച്ഛൻ ബുദ്ധ മതത്തെപ്പറ്റി പഠിച്ച പാഠങ്ങളൊക്കെ കേട്ട് ആ കൊച്ചുമകൻ ഹെർമൻ ഹെസ് എഴുതിയതാണ് ഈ സിദ്ധാർത്ഥ എന്ന് പറയുന്ന മഹാനായ ബുദ്ധഭഗവാനെ പറ്റിയുള്ള പുസ്തകം. ആ പുസ്തകത്തിൽ ഹെർമൻ ഹെസ് പറയുന്നു, ഭൂമിയിൽ 2 തരത്തിലുള്ള ആളുകളുണ്ട്. ഒരു തരത്തിലുള്ള ആളുകൾ മരത്തിലെ ഇലകൾ പോലെയാണ്. അത് മരത്തിൽ കുറച്ച് നേരം നിൽക്കും, അത് കഴിയുമ്പോൾ അത് പഴുക്കും, അത് മരത്തിൽ നിന്ന് വേർപെട്ട് തറയിൽ വീണ് ആകാശത്ത് കുറച്ച് നേരം തത്തിക്കളിച്ച് മണ്ണിൽ വീണ് അത് അലിഞ്ഞ് അങ്ങ് പോവും. എന്നാൽ വേറെ ചില ആളുകൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാണ്. അത് ആകാശത്തിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം നിശ്ചയിച്ച പാതയിലൂടെ അത് അനന്തമായി യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ഭൂമിയിൽ ഒരു ഭൂകമ്പം അതിനെ ബാധിക്കുകയില്ല, ഒരു കൊടുങ്കാറ്റും അതിനെ ബാധിക്കുകയില്ല. അനന്തമായ പാതയിലൂടെ അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞ് മാത്രമേ നക്ഷത്രം അതിൻ്റെ യാത്ര അവസാനിപ്പിക്കുകയുള്ളൂ. ഹെർമൻ ഹെസ് പറയുന്നു, 10,000-ൽ ഈ നക്ഷത്രമാണ്, ബാക്കിയുള്ളവരൊക്കെ ഇലകളെ പോലെയാണ്. ഈ പെർസിവറൻസ് എന്ന് പറയുന്ന ലക്ഷ്യബോധത്തോടു കൂടിയുള്ള ആ യാത്ര, അതാണ് മഹാന്മാരെ സാധാരണക്കാരിൽ നിന്ന് വേർതിരിച്ച് കാണുന്ന വലിയ ഘടകം. അതുകൊണ്ട് ആ വലിയ ഘടകം പെർസിവറൻസാണ്. 2012 വിജയശ്രീലാളിതമാക്കണമെങ്കിൽ നമുക്ക് വളരെയധികം പെർസിവറൻസ് ആവശ്യമാണ്. ക്ഷമയോടുകൂടിയ പ്രവർത്തനം വളരെ അധികം ആവശ്യമാണ്. പിന്നീട് 2012 വിജയിപ്പിക്കണമെങ്കിൽ വേണ്ടത് പ്രയർ എന്ന് പറയുന്ന സംഗതിയാണ്. നമ്മൾ ഭൂമിയിൽ എന്ത് കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിലും പ്രാർത്ഥനയിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നെപ്പോളിയൻ ബോണപ്പാർട്ട് വാട്ടർലൂ യുദ്ധമൊക്കെ തോറ്റ് സെയിൻറ്റ് ഹെലന ദ്വീപിലിരിക്കുമ്പോൾ പത്രക്കാർ വന്ന് ചോദിച്ചു, അങ്ങേക്ക് ഭാവി തലമുറകൾക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എബിലിറ്റി ഈസ് നത്തിങ് വിത്തൗട്ട് ഓപ്പർച്യൂണിറ്റി. ഒരു മനുഷ്യൻ എത്ര കഴിവുള്ളവനാണെങ്കിലും അവൻ ഭൂമിയിൽ വിജയിക്കണമെങ്കിൽ പ്രാർത്ഥനയും ഈശ്വരവിശ്വാസവും വളരെ ആവശ്യമാണ്. ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്കില്ലെങ്കിൽ നമുക്ക് വിജയം വരിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആ വിജയം വരിക്കുന്നതിൻ്റെ പ്രാഥമികമായ പാഠം എന്ന് പറയുന്നത് പ്രാർത്ഥനയോട് കൂടിയ ഒരു ജീവിതമാണ്. ദൈവം നമുക്ക് അവസരങ്ങൾ ഒരുക്കി തന്നില്ലെങ്കിൽ നമ്മുടെ എല്ലാ ശ്രമങ്ങൾ കൊണ്ടും യാതൊരു ഗുണവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ വിജയത്തിൻ്റെ ചവിട്ടുപടികളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ പ്രാർത്ഥനയുടെ വലിയ അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ 2012 എന്ന് പറയുന്ന വർഷം നമുക്ക് വിജയത്തിൻ്റേതായ ഒരു വർഷം ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ മാറ്റുമ്പോൾ ആ പ്രാർത്ഥന എങ്ങനെ എപ്പോൾ ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. രാവിലെ 5 മണിക്ക് ഷിഫ്റ്റിൽ കയറേണ്ട ഒരാൾ പ്രഭാത നമസ്കാരം ചെയ്യുന്നതിന് ഒരു സമയം നിശ്ചയിച്ചിരിക്കണം. വൈകിട്ട് 8 മണി കഴിഞ്ഞാണ് ഒരാളുടെ ഷിഫ്റ്റ് തീരുന്നതെങ്കിൽ സന്ധ്യാനമസ്കാരത്തിനൊരു ടൈം ടേബിൾ അയാൾക്ക് വ്യത്യസ്തമായി ഉണ്ടാക്കേണ്ടി വരും. നമ്മളിൽ പലർക്കും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം എപ്പോൾ എന്ന് ആ രീതിയിൽ നമ്മൾ ചെയ്തിരിക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 4-മത്തേത് പ്രിപ്പറേഷൻ എന്ന് പറയുന്നതാണ്. പ്രിപ്പറേഷൻ 2012 ചെയ്തു തീർക്കാനുള്ള ടാർഗറ്റ്സിന് വേണ്ടി വളരെ ഭംഗിയായി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് വിജയത്തിൽ എത്തിച്ചേർക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വിജയം വരിക്കേണ്ടത്, എന്തെല്ലാമാണ് അതിൻ്റെ ഘടകങ്ങൾ, എന്തെല്ലാമാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ വ്യക്തമായ ഒരു കർമ്മപദ്ധതി ഉണ്ടെങ്കിൽ മാത്രമേ വിജയത്തിലേക്ക് കുതിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഭാവിയിലേക്ക് നോക്കുമ്പോൾ പ്ലാനിങ്, പെർസിവറൻസ്, പ്രയർ, പ്രിപ്പറേഷൻ തുടങ്ങിയ പല പീകൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ 2012 വിജയിക്കാൻ പറ്റുള്ളൂ. ന്യൂ ഇയർ എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ വലിയ സംഗതിയാണ്. ദൈവം നമുക്ക് തരുന്ന ഭാവിയുടെ അവസരങ്ങൾ നമ്മളിലേക്ക് വരുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ലോകമെങ്ങും ന്യൂ ഇയർ എന്ന് പറയുന്നത് അത്ഭുതകരമായ ഒരു സ്വാഗതം അരുളുന്ന ഒരു സംഗതിയാണ്. കേരളത്തിൽ വിഷു എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ ഇയറാണ്. ചിങ്ങം 1 എന്ന് പറയുന്നത് നമ്മൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയാണ്. കൊന്നപ്പൂക്കൾ ഉപയോഗിച്ച്, പൂക്കളും മധുരവും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ന്യൂ ഇയറിനെ വരവേൽക്കുന്നത്. ഉത്തരേന്ത്യയിൽ ബൈശാഖി എന്ന് പറയുന്നത് വിക്രമ വർഷം ആരംഭിക്കുന്നതിൻ്റെ പ്രാരംഭമായി ചെയ്യുന്ന ഒന്നാണ്. അവിടെ
പൂക്കളും മധുരപലഹാരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പുതുവർഷത്തെ നമ്മൾ വരവേൽക്കുന്നത്. എന്നാൽ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മേടം 1 പുതിയ വർഷം എന്ന് പറയുന്നത്. സപ്തർഷി വർഷത്തിൻ്റെ തുടക്കമാണ്. ആ പുതുവർഷവും അവരാഘോഷിക്കുമ്പോൾ മധുരവും പൂക്കളുമാണ് അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നു. ആഫ്രിക്കയിലെ പുതുവർഷത്തിന് അവരും മധുരവും പൂക്കളും ഉപയോഗിച്ചിട്ടാണ് പുതുവർഷത്തെ വരവേൽക്കുന്നത്. തെക്കേ അമേരിക്കയിലെ ഇങ്കാകൾ എന്ന് പറയുന്ന ജനവിഭാഗം അവരുടെ പുതുവർഷത്തെ വിളിക്കുന്നത് പക്തൂൺ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇളക്കി മറിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സർവ്വതും ഇളക്കി മറിക്കുന്ന ഒരു ദിവസമാണ് ഈ പുതുവർഷം. പക്ഷെ അവരുടെയും പുതുവർഷത്തിന് പൂക്കളും മധുരവുമാണ് അതിൻ്റെ കേന്ദ്രീകൃത ഭാവം എന്ന് പറയുന്നത്. ഇന്ന് ലോകം മുഴുവൻ ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ അവിടെയും പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് നയനാനന്ദകരമായ കാഴ്ചകൾ ആസ്വദിച്ച് കേക്ക് കട്ട് ചെയ്ത് പുതുവത്സരത്തെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. പലരും രാത്രി 11 മണി മുതൽ പ്രാർത്ഥിച്ച് പുതുവത്സരത്തിൻ്റെ 31 രാത്രിയിൽ വെളുപ്പാങ്കാലത്ത് 1 മണി കഴിഞ്ഞ് 2 മണി വരെയാണ് പ്രാർത്ഥന. 2 മണിക്കൂർ നീണ്ട പ്രാർത്ഥനയിലാണ് പുതുവർഷത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. പ്രാർത്ഥനയോടുകൂടി പുതുവർഷത്തെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. നയനാനന്ദകരമായ പുഷ്പങ്ങളും നാക്കിന് രുചികരമായ മധുരപലഹാരങ്ങളും കൊണ്ട് ഈ പുതുവത്സരം വളരെ ഭംഗിയായി തുടങ്ങാൻ നിങ്ങൾക്കേവർക്കും കഴിയട്ടെ. 2012, 2011 എന്തെല്ലാം കുറവുകളുണ്ടോ ആ കുറവുകളൊക്കെ പരിഹരിച്ച് 2012 വിജയത്തിൻ്റേതായ, സന്തോഷത്തിൻ്റേതായ, ആനന്ദത്തിൻ്റേതായ ഒരു വലിയ പുതുവർഷമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്കേവർക്കും പുതുവത്സരത്തിൻ്റെ വലിയ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.